എക്സ്ക്യൂസ് മീ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കുട്ടി പോയായിരുന്നു? നീയാ? നിനക്കെന്താ ഇവിടെ കാര്യം? പറയടാ. അതെന്താ, മാന്യന്മാർക്ക് പ്രണയിച്ചൂടാ എന്നുണ്ടോ? അയ്യാ, ആരാണാവോ മാന്യം പ്രണയിക്കാൻ പോകുന്നത്? നിങ്ങൾ ഏത് സുന്ദരിയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവളെ തന്നെ. എടാ, ആ മാവിലെ മാങ്ങാണ്ട് നീ കല്ലെറിയാൻ നോക്കിയാണ്ടല്ലോ. മോനെ ഷിബു, ആ? ഞാൻ കല്ലെടുക്കുകയും ചെയ്യും, ഉന്നം പിടിക്കുകയും ചെയ്യും, എറിയുകയും ചെയ്യും. കാണാടാ. എടാ, എറിയാൻ ഏത് പൊട്ടനും പറ്റും, പക്ഷെ കൊള്ളണെങ്കിലേ ഉന്നം വേണം, ഉന്നം. അവളിഞ്ഞ് വരട്ടെ, ആർക്കാണ് ഉന്നോന്ന് നമുക്ക് നോക്കാം. അയ്യോ, ശിവണ്ണ, ശിവണ്ണ, ഹായ്. ഞാൻ എന്തോ ഒരു കഷ്ടപ്പെട്ടാണ് ഞാനോടൊരു കോളിലോട്ട് പിടിച്ചത്. എന്നെ ജീവിക്കാൻ നീ തിരിച്ചു പോടാ പട്ടി. അയ്യോ ശിവണ്ണ, നിക്കണ്ണ, ഒരു കാര്യം പറയട്ടെ. നീ പറ്റമാട്ടാണ്. ചേട്ടാ, ചേട്ടാ, ചിന്നക്കട ജംഗ്ഷൻ വരെ പോവോ? പോവാ. എത്രയോ? 100. 100? ചേട്ടാ, ഒരു 80 രൂപയ്ക്ക് ഇറക്കും. 85? ഇല്ല. 90? കേറ്. ശിവണ്ണ, ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അയ്യോ, അവിടെ ചായ വേണോ? കഴിച്ചോ കഴിച്ചോ, ആ ചാറി മുക്കി കഴിച്ചോ. പാവല്ലേ. 2 പൊറോട്ട എടുക്കട്ടെ മുത്തേ? ഇത് കഴിഞ്ഞിട്ടോ? അവൻ മേടിച്ചു കഴിച്ചോളൂ. അതെ, എന്താണ് അപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം? ശിവണ്ണ കാണാൻ. എന്തിന്? വെറുതെ ഒന്ന് കാണണം തോന്നി. പാവല്ലേ. കഴിച്ചോ? കൊഴുപ്പാത് കുഴപ്പമില്ല, കഴിച്ചോ. അതെ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? വേറെ ആരും പറഞ്ഞില്ല, പിന്നെ അണ്ണൻ തന്നെ പറഞ്ഞു. ഞാനോ? പാവം. അണ്ണനൊരു നിമി ഡോക്ടറിനെ അറിയോ? ഏതിന്? നിമ്മ ഡോക്ടർ? അതാരി? ഫേസ്ബുക്കിലുള്ള. അതെങ്ങനെ നിനക്കറിയാം? ആ നിമി ഞാനാ. അപ്പൊ ഫേസ്ബുക്കിൽ നീ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ? അല്ല, ഇന്ന് തിരിച്ചു പോവല്ലേ? എന്തിന്? പിന്നെ ഞാനിവിടെ കുറച്ചു ദിവസമൊക്കെ നിന്ന് അണ്ണനെ സന്തോഷിപ്പിച്ചിട്ട് പോകുന്നു. അങ്ങനെ നല്ല സന്തോഷമായിരിക്കും. നന്നായി. കറക്കിയിരിക്കാതെ കുടിക്കണത്. അണ്ണൻ കഴിക്കും, ഞാൻ കാണിച്ചോളാം. ശിവണ്ണ, സത്യത്തിൽ എന്താ പ്രശ്നം? ഒരു ചിക്കൻ ബസ് എന്താ പ്രശ്നം? പ്ലീസ്. ആയിരിക്കണം മുതലല്ല കണ്ട. അവനെ ശനിയാ, കണ്ടക ശനി. അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാലേ എനിക്ക് ഇരിപ്പുറയ്ക്കുള്ളൂ. ആണോ? ആണോന്നോ? അതൊരു വലിയ കഥയാ. ഈ ഒക്കത്തിരുന്ന് പോകുന്നതാണ് ഞാൻ. ഈ പോകുന്നത് അവന്റെ 28 കെട്ടിനാണ്. അല്ല, കുട്ടിക്ക് എന്താ പേരിട്ടെ? മനുമോൻ. ഇൻഷ്യല്? ജി. മനുമോൻ ജി. സൈലൻസ്. അയ്യേ മനുമോൻ ജി. അയ്യേ മനുമോൻ ജി. മനുമോൻ ജി. മനുമോൻ ജി. മനുമോൻ ജി. മനുമോൻ ജി. മനുമോൻ ജി.
മനു മൂഞ്ചി. നല്ല പേര്. ബെസ്റ്റ് കഥ അല്ല പിന്നെന്തായി? പിന്നെ എന്താ നീ വിഷമിച്ചിരിക്കുന്നേ? എന്നെ എല്ലാരും കളിയാക്കുക. എന്തിന്? എന്റെ പേര് വിളിച്ചിട്ട്. എന്താ പേര്? മനുമൂഞ്ചി. പക്ഷെ അവരെല്ലാരും മനുമൂഞ്ചി എന്ന് വിളിച്ചിട്ടാ എപ്പോഴും എന്നെ കളിയാക്കുന്ന. ആ, അതിനൊരു വഴിയുണ്ട്. മനുവിന്റെ അമ്മയുടെ പേരെന്തുവാ? വത്സല. വത്സല. അപ്പോൾ ജിയുടെ കൂടെ വത്സലയുടെ വി കൂടി ചേർന്നാൽ മനുമോൻ ജീവി. മനുമോൻ ജീവി. എങ്ങനെയുണ്ട്? സൂപ്പർ അണ്ണ. അല്ല, അണ്ണന്റെ പേരെന്താ? ഷിബു. ഷിബു ഒപ്പി. ഈ കുരുക്ഷേത്ര ഭൂമിയിൽ എന്തിനാണ് ഷിബു കടന്നു വന്നത്? മനുവിനെ സഹായിക്കാനോ അതോ ഷിബുവിന് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നോ? എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നോ? എന്ത്? ആര്? പറ. ഇവന്റെ ചേച്ചി. ഓഹോ, അപ്പൊ അനിയനെ സൂപ്പിനിട്ട് ചേച്ചിയെ വളയ്ക്കാനുള്ള പ്ലാൻ ആയിരുന്നല്ലേ? കള്ളൻ. എന്നിട്ട് വളച്ചോ? ഇവിടെ കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട. കഴിക്കാൻ എന്തെങ്കിലും? വേണ്ടെന്നേ. അങ്ങനെ പറയരുത്. ഞാൻ ഇവളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരട്ടെ. അച്ഛാ, മഞ്ജു. മഞ്ജുവിന്റെ അച്ഛൻ. അല്ല പിന്നെന്തായി? പറ. ആ, അത് ഇങ്ങോട്ട് വെച്ചു. ചേട്ടാ ഒരു പൊറോട്ട. അവന്റെ ഒരു പൊറോട്ട ഒന്നടിച്ച് പാടാന്ന്. എന്ത് കേട്ടോ? എന്ത് പറ്റിയോ? എന്ത് പറ്റിയെന്നോ? നീ ഞാനും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? എല്ലാം തീർന്നില്ലേ? നിന്റെ ചേച്ചീനെ വേറെ ഒരിടത്തും കെട്ടിക്കൊണ്ടു പോകാൻ പോവല്ലേ? അതിനാണ് ഈ ചേട്ടൻ. അതിനാണോന്നോ? പട്ടി. നിനക്കല്ല നിസ്സാരം. എന്റെ പൊന്നേട്ട കിടന്ന് കാറാതെ ആൾക്കാർ വെക്കും. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. എന്ത് വഴി? നമുക്ക് ചേച്ചി ചാടിക്കാം. ചാടിക്കാനോ? എങ്ങനെ? ചേട്ടനും ചേച്ചും കൂടി എങ്ങോട്ടെങ്കിലും ഒളിച്ചാടണം. വല്ല ഊട്ടിയില്ല, വല്ല കൊടൈക്കനാലില്ല. അപ്പൊ ചേച്ചിക്ക് പേരുദോഷവും. ചേട്ടൻ കാരനാണ് ചേച്ചിക്ക് പേരുദോഷം വന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ ചേച്ചിയെ ചേട്ടന് കെട്ടിച്ചേരും. എങ്ങനെയുണ്ട്? എടാ, അപ്പൊ നിനക്ക് ബുദ്ധി ഉണ്ടല്ലേ? ഇപ്പോഴെങ്കിലും ചേട്ടനാ സത്യം മനസ്സിലായല്ലോ. സമാധാനായി. ഞാനവളും നാളെ ഒളിച്ചോടുന്നു. കൂടെ ഞാനും. നീ എന്തിന്? ഒരു സഹായത്തിന്. ആ, അത്
ഏ അത് നീ ഇങ്ങനെ അറിഞ്ഞു? എന്താ ഹായ് ദേ അച്ഛൻ. അമ്മേ, എന്താടാ വാച്ചാ എടി നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ